ഹലോ ഗൈസ്. അപ്പോൾ 2026 ഞാൻ ഏത് ക്യാമറ എടുത്തു, അതുപോലെ അതിൻ്റെ കൂടെ ഏതൊക്കെ ഗിയേഴ്സ് എടുത്തു എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ദിസ് ഇസ് നെക്സ്റ്റ് ടിഫ്ലർ ആൻഡ് യു ആർ വാച്ചിങ് വാൻഡർ ഫോക്സ് സ്റ്റുഡിയോസ്. 2026 ഞാനെടുത്ത ക്യാമറ സോണിയുടെ A7V ആണ് കേട്ടോ. A7V നല്ലൊരു ഫുൾ ഫ്രെയിം ഹൈബ്രിഡ് മിറർലെസ് ക്യാമറയാണ്. അതെ, ഇതിൽ വീഡിയോയും ഫോട്ടോയും ഒരുമിച്ച് നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇതിലുള്ളത് 33 മെഗാ പിക്സലുള്ള പാർഷ്യലി സ്റ്റാക്ഡ് CMOS സെൻസറാണ്. ബയോൺസിൻ്റെ XR2 ആണ് പ്രോസസ്സർ. അതുപോലെ ഇതിൽ AI സബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അത് നമ്മുടെ ഫോക്കസ് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ്സാവാണ്ട് നിൽക്കാൻ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യണ ഒരു നല്ലൊരു ഫീച്ചറാണ് ഇതിലുള്ളത്. ഈ ക്യാമറയുടെ വീഡിയോ സൈഡ് പറയുമ്പോൾ 4K 60 ഫുൾ ഫ്രെയിമിൽ നമുക്കിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതെ, ഇത് ഒരു ക്രോപ്പല്ല, ഫുൾ ഫ്രെയിമിൽ നമുക്ക് 4K 60 ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. A7V ഒരു 7K സെൻസറാണ്. പക്ഷെ നമുക്കിതിൽ 7K ഔട്ട് എടുക്കാനോ 6K അങ്ങനെയൊന്നും നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റില്ല. 4K മാത്രം നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 7K സെൻസർ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ 4K വളരെ ഷാർപ്പും വളരെ ക്ലിയറും ആയിരിക്കും. 4K 120 നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതെ, വലിയൊരു ഫീച്ചറാണ്. വലിയ വിലയുള്ള മോഡൽസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ്. അത് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചെറിയൊരു ക്രോപ്പ് ഉണ്ട്, 1.5-ൻ്റെ ചെറിയൊരു ക്രോപ്പ് ഉണ്ട്, ഫുൾ ഫ്രെയിം അല്ല. എന്നാൽ പോലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നല്ല ഷോട്ട്സ് എടുക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. ഫോട്ടോഗ്രാഫിയിൽ 30 ഫ്രെയിംസ് വെച്ച് ബ്ലാക്ക് ഔട്ട് ഫ്രീ നമുക്ക് ബേസ്റ്റ് ഉണ്ട്. വീഡിയോഗ്രാഫറിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇമേജ് സ്റ്റേബിലൈസേഷൻ അഥവാ IPS. A7V 7.5 സ്റ്റോപ്പാണ് നമുക്ക് ഇമേജ് സ്റ്റേബിലൈസേഷൻ കിട്ടുന്നത്. അതുപോലെ 10-bit 422 കളർ സാമ്പിളിങ്ങും നമുക്കിതിൽ കിട്ടും. ഇതാണ് A7V ഉപയോഗിക്കുന്ന ബാറ്ററി, FZ100. ഇതിന് മുന്നേയുള്ള എല്ലാ മോഡൽസിലും സോണി ഉപയോഗിക്കുന്ന ഒരു ട്രസ്റ്റഡ് ബാറ്ററിയാണിത്. എന്നാൽ ഇതിന് മുന്നേയുള്ള മോഡൽസിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതലാണ് എന്ന് സോണി പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫി സൈഡ് നോക്കുമ്പോൾ 630 ഷോട്ട്സ് മുതൽ 750 ഷോട്ട്സ് വരെ നമുക്ക് ഈ ഒരൊറ്റ ബാറ്ററി എടുക്കാം. അതുപോലെ വീഡിയോ സൈഡ് നോക്കുമ്പോൾ 4K കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിൽ നമുക്കൊരു 2.5-3 മണിക്കൂർ വരെയെങ്കിലും ഈ ഒരൊറ്റ ബാറ്ററിയിൽ കിട്ടും. ഫുൾ HD 240 ഫ്രെയിംസിൽ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതെ ഗൈസ്, സ്ലോ മോഷൻ ലവേഴ്സിന് ഇത് കിട്ടില്ലെന്നൊരു ഫീച്ചറായിരിക്കും എന്നതിലൊരു ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരുപാട് കാലത്തിൻ്റെ കൺഫ്യൂഷൻ ഞാൻ തീർത്തു, ഏത് ക്യാമറ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ തീർത്തു. ആൻഡ് ദിസ് ഈസ് സോണി A7V. ഈ ക്യാമറയുടെ മറ്റൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ 4 ആക്സിസ് മോണിറ്റർ. ആദ്യത്തെ നമുക്ക് 40 ഡിഗ്രി ഡൗൺവേർഡ് ചെയ്യാം, അതുപോലെ 98 ഡിഗ്രി അപ്വേർഡ് ചെയ്യാം, 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ആഹാ, അന്തസ്. കണക്ടിവിറ്റി നോക്കുമ്പോൾ ഇതിൽ ഡുവൽ USB-C പോർട്ടും വൈഫൈയും ഫുൾ സൈസ് HDMI പോർട്ടും നമുക്ക് കാണാം. A7V നമുക്ക് ഡുവൽ കാർഡ് സ്ലോട്ട്സ് നൽകും. 2 മെമ്മറി കാർഡുകൾ നമുക്കിതിലിടാം. അതിൽ ഒന്ന് CF Type A ആണ്, പിന്നീടുള്ളത് SD കാർഡുമാണ്. A7V ഒരു ഫോട്ടോഗ്രാഫി ക്യാമറയാണ്. എന്നാൽ പോലും വലിയ സിനിമാ ക്യാമറകളെ വെല്ലുന്ന തരത്തിലുള്ള ഡൈനാമിക് റേഞ്ചാണ് നമുക്കിതിൽ കിട്ടുന്നത്. 15 സ്റ്റോപ്സാണ് നമുക്കിതിൽ കിട്ടുന്ന ഡൈനാമിക് റേഞ്ച്. ലെൻസ് വേണ്ടേ? അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോണിയുടെ 35mm 1.4 G മാസ്റ്റർ ലെൻസാണ്. ഇതൊരു ടോപ്പ് ക്വാളിറ്റി ലെൻസാണ് സോണിയുടെ. ക്യാമറ വന്നു, ലെൻസ് വന്നു. അടുത്തത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു സ്റ്റെബിലൈസറാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തത് DJIൻ്റെ RS5 റോണിൻ ഗിംബലാണ്. നമുക്കറിയാം RS4 ഒരു പോപ്പുലർ ഗിംബലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ മോഡലാണ് RS5. ഇതാണ് നമ്മുടെ RS5 ഗിംബലിൻ്റെ ഹെഡ് സൈഡ്. അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടും നമുക്ക്. ഇത് ഒരു സൈഡ് ഓപ്പൺ ചെയ്താൽ ബാക്കി രണ്ട് സൈഡും താനെ ഓപ്പൺ ആവും.
ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ബിഗിനേഴ്സിന് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണെന്നാണ് DJI പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ബോഡിയിൽ നമ്മൾ ലെൻസ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. വെയിറ്റ് വൈസ് നോക്കുമ്പോൾ മറ്റുള്ള ആൽഫ ക്യാമറകളെ പോലെ തന്നെയാണ് ഇതും. ഏകദേശം 695 ഗ്രാമാണ് ഈ ക്യാമറയുടെ ഭാരം. വളരെ വെയ്റ്റ്ലെസ് ആയ ഒരു ക്യാമറയാണ്. ലെൻസിൻ്റെ കൂടെ വരുന്ന ഹുഡും നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമാണ്, സോണി കുറേ കാലമായിട്ട് നമ്മളെ ആപ്പിളിനൊക്കെ ഫോളോ ചെയ്യുന്ന സംശയമുണ്ട്. കാരണം ഇവർ ചാർജറൊന്നും കൊടുക്കണില്ല ഇപ്പോൾ. ക്യാമറ ബോഡിയുടെ കൂടെ നമുക്ക് ചാർജർ കിട്ടില്ല, അത് നമ്മൾ എക്സ്ട്രാ തന്നെ വാങ്ങണം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ചാർജർ. കൊള്ളാം. അപ്പോൾ ഒരു എക്സ്ട്രാ FZ100 ബാറ്ററിയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. 2 ബാറ്ററി നമുക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണല്ലോ. കാർഡ് ഞാൻ എടുത്തത് CF-A ടൈപ്പാണ്. ഇത് സോണിയുടെ 240 ടഫ് കാർഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കാർഡ് അത്ര പെട്ടെന്ന് കറക്റ്റാവില്ല. താഴെ വീണാലും വെള്ളത്തിൽ വീണാലും ഇത് അത്യാവശ്യം ടഫാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും ടഫാണ്. സോണിയുടെ ടഫ് CF Express-A കാർഡ്. നമ്മുടെ CF കാർഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് ലെക്സാറിൻ്റെ ഒരു CF കാർഡ് റീഡറാണ്. നമുക്കിതിന് സോണിയുടെയും വാങ്ങാം, എന്നാൽ ഞാൻ മേടിച്ചത് ലെക്സാറിൻ്റെ ആണ്. അപ്പോൾ ക്യാമറയായി, ലെൻസായി, ഗിംബലായി, മെമ്മറി കാർഡായി, കാർഡ് റീഡറായി, ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാഗ് വേണ്ടേ. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഉലാൻസിയുടെ BP09 ആണ്. ഇതൊരു കിടിലൻ ബാഗാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ 2026 ഞാൻ ഈ ക്യാമറ കിറ്റ് എടുത്തിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഈ ക്യാമറ കൊണ്ട് ഞാൻ എന്തൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് നിക് സ്റ്റിഫ്ലർ ആൻഡ് യു ആർ വാച്ചിങ് വാൻഡർ ഫോക്സ് സ്റ്റുഡിയോസ്.